പ്രതിസന്ധികൾ ആവശ്യമാണ്. അത് ഉണ്ടാകുമ്പോൾ ആണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും. ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. ആരെയും ഒരുപാട് സ്നേഹിക്കരുത്. കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയ ഒരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിക്കും. അതാണ് യാഥാർത്ഥ്യം. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് അത് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ നമ്മുടെ വിജയത്തിലും കൂടെ കൂട്ടരുത്. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നമ്മളെക്കാൾ നന്നായി പലതും അറിയാം. അത് കണ്ടെത്താനും ഉപയോഗിക്കാനും വേണ്ടത്ര സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. പരാജയം സംഭവിച്ചാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഉപയോഗപ്പെടുത്താത്ത അവസരങ്ങളാണ് പിൽക്കാലത്ത് പക്ഷാതാപമായി മാറുന്നത്. വാക്കുകൾ നിങ്ങൾക്ക് ചിന്തകളുടെ ചിന്ത നൽകുന്നു. സംഗീതം നിങ്ങൾക്ക് അനുഭൂതികളുടെ അനുഭൂതി നൽകുന്നു. ഒരു ഗാനം നിങ്ങൾക്ക് ചിന്തകളുടെ അനുഭൂതിയെ കാട്ടിത്തരുന്നു. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരക്കഥ എഴുതാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന ചില സൗഹൃദങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാകുന്നത്. ദാരിദ്ര്യം ധീരത കൊണ്ടും, പഴയ വസ്ത്രം വൃത്തി കൊണ്ടും, രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും, സൗന്ദര്യമില്ലായ്മ സ്വഭാവഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ കടമ്പ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ അത് തകരും. സൈക്കിൾ ഓടിക്കുന്നത് പോലെയാണ് ജീവിതം. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് പോകണം. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷേ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞുവരും. നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുക, പ്രബുദ്ധരാക്കുക എന്നിവയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ പൂർണ്ണമായും മാറ്റാനാകില്ല. എല്ലായ്പ്പോഴും സ്വന്തം അടിത്തറയിൽ ഉറച്ചു നിൽക്കാൻ മറക്കരുത്. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോൾ ആണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കെടാവിളക്കാവുക. അല്ലാത്തവർ വിളക്കാവും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും കൂട്ടത്തിലായിരിക്കുമ്പോൾ വാക്കുകളെയും നിയന്ത്രിക്കുക. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആൺ ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ഒരു പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ്.
ഒരിക്കലും ഒന്നിനും അടിമയാകാതിരിക്കുക. നമ്മൾ നമ്മളല്ലാതാകുന്നത് പലതിനെയും അന്ധമായി പിന്തുടരുമ്പോഴാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. ജീവിതത്തിൽ പ്രധാനമായും അല്ലെങ്കിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ളത് വസ്തുതകളും സംഭവങ്ങളും അല്ല, ഒരാളുടെ തലയിലൂടെ എന്നെന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്തയുടെ കൊടുങ്കാറ്റാണ് അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. ഭക്ഷണക്രമവും ആരോഗ്യവും പോലെ നിങ്ങളുടെ ആരോഗ്യത്തിന് ബന്ധങ്ങളും ആവശ്യമാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമാണ്, നമ്മുടെ കീഴടങ്ങൽ മറ്റു ചിലരുടെ ആഗ്രഹമാണ്. എന്നാൽ ഇവയ്ക്കപ്പുറമുള്ള പോരാട്ടവും വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. മികച്ചത് തേടി നമ്മൾ യാത്രയിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും. വിഡ്ഢികൾ പോലും ചിലപ്പോൾ പറയുന്നത് ശരിയായിരിക്കാം. ഒരു വ്യക്തി ശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സന്തോഷം അവനെ ഒരിക്കലും വിട്ടുപോകാതെ നിഴൽ പോലെ അവനെ പിന്തുടരുന്നു. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു. ജീവിതം ഒരു വലിയ ക്യാൻവാസ് ആണ്. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ നിറങ്ങളെയും അതിൽ ഉപയോഗിക്കണം. വിജയിക്കുക എന്നത് വല്ലപ്പോഴും നടക്കുന്ന ഒരു പ്രതിഭാസം അല്ല, അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ലപ്പോഴും, ഒരിക്കലല്ല അത് ശരിയായി ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വല്ലപ്പോഴുമല്ല വിജയിക്കുന്നതും. വിജയിക്കുക എന്നത് ശീലമാണ്. നിർഭാഗ്യവശാൽ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ തോൽക്കുന്നതും. ചിലരെ നാം അന്ധമായി വിശ്വസിക്കുന്നത് മൂലം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും. ഒന്നുകിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാഠം. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കും. ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. എത്ര ബുദ്ധിമാനായ പുരുഷനും ഒരു സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാറില്ല. എന്നാൽ എത്ര വിഡ്ഢിയായ സ്ത്രീകൾക്കും ഒരു പുരുഷനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലഹീനതയാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു. പക്ഷികൾ മരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അവയെ ഭക്ഷണമാക്കുന്നു. സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. ഒരു ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നുകൊടുക്കുന്നത് നിർത്തുക. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാകൂ. അതിനാൽ നമ്മൾ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിലാണെങ്കിലും മനസ്സിൽ നിന്നുമായില്ല.